എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ലൈഫ് ഫോക്കസിൻ്റെ QA സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദപുസ്തക സംബന്ധിയായി ഉണ്ടാകുന്ന സംശയങ്ങൾക്കും അതുപോലെ നാം നേരിടുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ന്യായമായ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. തൃപ്തികരമായ ഉത്തരം നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇന്ന് വീണ്ടും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് സുവിശേഷൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് അവർകളാണ്. ഒരിക്കൽ കൂടെ ലൈഫ് ഫോക്കസ് QA സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം എന്ന് പാടിയത് കുഞ്ഞുണ്ണി മാഷാണ് എന്ന് തോന്നുന്നു. സമാനമായ ചില ചോദ്യങ്ങളാണ് ഇന്ന് ചോദിക്കാനുള്ളത്. വേർപാട് സമൂഹത്തിൻ്റെ ബോധ്യങ്ങളനുസരിച്ച് പാപമോചനത്തിന് ഏക മാർഗം രക്ഷിക്കപ്പെടുക അഥവാ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ ഈ ചിന്താഗതിയെ തകർക്കുന്നതല്ലേ മർക്കോസ് 16:16. അവിടെ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന്. സ്നാനമില്ലാതെ രക്ഷയില്ല എന്നല്ലേ ഈ വാക്യം വെളിപ്പെടുത്തുന്നത്? ചില ക്രിസ്തീയ വിഭാഗങ്ങൾ മാമോദീസ എന്ന സ്നാനം സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്ത് വിശദീകരണമാണ് താങ്കൾക്ക് നൽകുവാൻ കഴിയുന്നത്? വളരെ നല്ലൊരു ചോദ്യം, നല്ലൊരു മറുപടി അർഹിക്കുന്ന നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് ആളുകൾ ഈ വചനത്തിൻ്റെ മുൻപിൽ കുഴഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വചന അനുസരണമല്ലാത്ത കാര്യങ്ങളും ചോദ്യങ്ങളും നമുക്ക് ലഭിക്കുന്നത്. ഈ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ 16-ാം വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ വചനം എടുത്തുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ, രക്ഷിക്കപ്പെടാൻ സ്നാനം കൂടെ വേണം എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. മറ്റൊരു കൂട്ടർ ഈ വചനം എടുത്തുകൊണ്ട് മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം എടുത്തുകൊണ്ട് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, ആ വചനവും കൂടെ ചേർത്ത് മാമോദീസ വഴി വേണം പോകേണ്ടത് എന്ന് ഒരു പഠിപ്പിക്കലുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ അത് പറയട്ടെ. മാമോദീസ കൊടുക്കുമ്പോൾ അവർ ഏറ്റുപറയുന്ന ഒരു വിശ്വാസ പ്രമാണം ഇതാ: പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നുവെന്നാണ്. എവിടുന്ന് കിട്ടി എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, യോഹന്നാൻ 3 തന്നെ ഞാൻ ആദ്യം ഒന്നെടുക്കുക. അവിടെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത് വെള്ളം ആക്ഷരീയമായ വെള്ളമല്ല, അത് ദൈവവചനമാണ്. ഇനിയും കുറേ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ദൈവവചനമാണെന്നും പറയാൻ പറ്റുകയില്ല ശരിയായ ട്രാൻസ്ലേഷൻ അനുസരിച്ച്. അവിടെ വെള്ളത്താലും ആത്മാവിനാലും എന്ന് മലയാളത്തിലുള്ള ആ എന്നില്ലേ, അത് ശരിയായിരിക്കുന്ന ഭാഷാന്തരത്തിലില്ല. അവിടെ അവിടെ എടുത്താൽ വെള്ളത്താൽ, അതേ ആത്മാവിനാൽ, രണ്ടും ഒന്ന് തന്നെ. ആത്മാവിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു സാദൃശ്യമാണ് അവിടെ വെള്ളമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, അങ്ങനെ വെള്ളമെന്ന് പറയുന്നിടത്തെല്ലാം ആത്മാവാണോ? അല്ല. വീണ്ടും ജനനത്തിൽ ആത്മാവിൻ്റെ പങ്കുണ്ട്. യേശു അതേ അവിടെ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ തന്നെ വചനത്തിൻ്റെയുണ്ട്. അതെങ്ങനെയറിയാം? അത് പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 23, കിടന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും ചൈതന്യവും ഒക്കെയായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അത് യാക്കോബ് 1:18 പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ആത്മാവും വചനവും വീണ്ടും ജനനത്തിനുള്ള ഘടകങ്ങളാണ്. ഇതില്ലാതെ വീണ്ടും ജനിക്കാൻ പറ്റുകയില്ല. എന്നാൽ യേശു 3:5 പറഞ്ഞിരിക്കുന്ന വെള്ളം വചനത്തെ ഉദ്ദേശിച്ചല്ല, അത് രണ്ടും ആത്മാവിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും വേറെ ഒരു കാര്യവും കൂടെ ഓർപ്പിക്കാനായിട്ടുള്ളത്,
യേശുക്രിസ്തു സഭയെ ശുദ്ധീകരിക്കുന്നു, അനുദിനം ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് എഫേസ്യർ 5:26 പറയുന്നുണ്ട്. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. അവിടെ ദിവസം തോറും ദൈവവചനം, അതാണ് അവിടെ വെള്ളമെന്ന് ഉദ്ദേശിക്കുന്നത്, വെള്ളം അവ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, മാമോദീസ കൊണ്ട് പാപമോചനമുണ്ട്, ദൈവരാജ്യത്തിൽ കടക്കാമെന്ന് പഠിപ്പിക്കുന്നവർ ഈ വചനം ശരിയായി മനസ്സിലാക്കാഞ്ഞതുകൊണ്ടാണ് അവിടെ വെള്ളം മാമോദീസ. അപ്പോൾ നമ്മൾ മർക്കോസിലെ വാക്യത്തിൻ്റെ അത് പറയാം. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവരുടെ ഏതെങ്കിലും സമൂഹത്തിൻ്റെ ആകട്ടെ ഒരു പ്രാർത്ഥന പുസ്തകത്തിൻ്റെ ഒരു പേജ് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കയ്യിൽ വഴിയിൽ കടന്നു കിട്ടി. ഒരു പുതിയ സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ബഹളം അവർ വെച്ചു. അന്ന് ഞാൻ പൈനിയർ വർക്കറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് മാമോദീസ വഴിയായി മരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. മാമോദീസ വഴിയായി ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരുകയും മരണം വഴിയായി ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്ത ഈ സഹോദരിയെ ദൈവരാജ്യത്തിൽ കൈക്കൊള്ളണമെന്ന് കർത്താവേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്തൊരു വൈരുദ്ധ്യതയാണ്! മാമോദീസ വഴി ദൈവരാജ്യത്തിൽ കടന്നെങ്കിൽ ഈ മരണം വഴിയായി പോയാൽ അങ്ങോട്ട് പോകണ്ടേ, പിന്നെയും കയറ്റണേന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മാമോദീസ എന്നുദ്ദേശിക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ, അത് വചനാനുസരണമല്ല. അതിനാൽ ആരും ദൈവരാജ്യത്തിൽ കടക്കുന്നുമില്ല. ഇനി അടുത്തത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ വേറെയൊരു കൂട്ടർ, ഈ പറഞ്ഞ കൂട്ടരല്ല, മറ്റൊരു കൂട്ടർ ജനത്തെ പഠിപ്പിക്കുന്നത് സ്നാനവും കൂടെ ഉണ്ടെങ്കിലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ശരി, ഞാൻ പറയട്ടെ. അതിൻ്റെ തൊട്ട് താഴെയുള്ള വചനവും കൂടെ ജോജി ഒന്ന് വായിച്ചാട്ടെ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് അടുത്തത് ചേർത്ത് പറയുകയാണ്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അവിടെ എവിടെ പോയി സ്നാനം? അങ്ങനെയെങ്കിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടുമെന്നല്ലേ എഴുതേണ്ടത്? അല്ലല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും കാരാഗരോ പ്രമാണി ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടണമെന്നല്ല പറഞ്ഞത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ്. പിന്നെ സ്നാനപ്പെട്ടു. അത് ഞാൻ വരുന്നുണ്ട്. ഒരു വാക്യം കൂടെ പറയാം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എഴുതുമ്പോൾ അവരുടെ ഗ്രൂപ്പിസമാണ്. ആ ഗ്രൂപ്പിസത്തെ ശാസിച്ചുകൊണ്ട് തർജ്ജനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഉപദേശം കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്നാരെ അല്ലാതെ മറ്റാരെയും സ്നാനപ്പെടുത്തിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ സ്നാനപ്പെടുത്തുവാനല്ല കർത്താവ് എന്നെ അയച്ചത്, സുവിശേഷം പ്രസംഗിക്കാനാണ് അയച്ചത്. ഞാൻ ഓർക്കുക, ഈ വചനമെല്ലാം ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ എങ്ങനെ ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും? അപ്പോൾ ഇവിടെയെല്ലാം നാം വ്യക്തമായി മനസ്സിലാക്കുന്ന രക്ഷിക്കപ്പെടാനുള്ള മാർഗം വിശ്വാസം. വീണ്ടും നമ്മൾ എഫേസ്യർ 2:8 വരിക. കൃപയാലല്ലോ വിശ്വസിച്ച് സ്നാനപ്പെട്ട നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നല്ല, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. റോമർ 5:1 വിശ്വസിച്ച് സ്നാനപ്പെട്ട നിങ്ങൾ നീതീകരിക്കപ്പെട്ടിട്ട് ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ടെന്നല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. വിശ്വാസം മാത്രമേ ഉള്ളൂ. വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ രക്ഷ, വിശ്വാസത്താൽ പാപമോചനം എന്നെല്ലാം വ്യക്തമായി പറയുമ്പോൾ പിന്നെന്താ യേശു ഇങ്ങനെ പറഞ്ഞത്? അതുകൂടെ പറയുമ്പോൾ കാര്യം കാണും. യേശു അത് രണ്ടും ഒന്നിച്ചു പറയുന്നു. എന്നാ കാര്യമെന്നറിയാമോ? ഈ വിശ്വാസവും സ്നാനവും ഒന്നിച്ചു പോകേണ്ടതാണ്. ഞാൻ എന്തു വിശ്വസിച്ചുവെന്ന് സ്നാനത്തിലൂടെ ഞാൻ പ്രദർശിപ്പിക്കുക, പരസ്യപ്പെടുത്തുക. അതുകൊണ്ടാണ് ഇത് രണ്ടും. അങ്ങനെയായിരുന്നല്ലോ. പെന്തക്കോസ്ത് നാളിൽ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ അല്ല. കാരാഗർ പ്രമാണി വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. ലുദിയ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. ഷണ്ണൻ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. അതിന് ഇന്നത്തെ പോലെ ഒന്ന് നിൽക്കട്ടെ, നമുക്കൊന്ന് പരിശോധിക്കാം എന്നും പറഞ്ഞ് കാലദൈർഘ്യം അവിടെ കൊടുക്കുന്നില്ല. യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്നാനപ്പെടാവുന്ന അതേ യേശു അവിടെ ഉദ്ദേശിച്ചുള്ളൂ. വിശ്വാസവും സ്നാനവും ഒന്നിച്ചു പോകുന്നു. ഇത് രണ്ടായിട്ട് വിഭജിച്ചു കൊണ്ടുപോകേണ്ടതല്ല. ഇന്ന് പലരും പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയായിരുന്നാലും വേണ്ടിയില്ല, നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അത് വചനം പഠിപ്പിക്കുന്നില്ല. വിശ്വസിച്ചാൽ സ്നാനപ്പെടണം. അത് ക്രിസ്തു അവിടെ കൊണ്ടുവരിക. ഇത്രയും തെളിവുകൾ ഇത് ചിന്തിക്കാൻ ധാരാളം മതി.
എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എന്താ ഈ വാക്യം വെളിപ്പെടുത്തുന്നത്? രക്ഷയ്ക്കായി തുടർമാനമായ പ്രവൃത്തി ആവശ്യമാണെന്നല്ലേ? യേശുവിലാണ് വിശ്വാസം എന്ന ഏറ്റുപറച്ചിൽ മാത്രം അതിന് പോരാ എന്നുമല്ലേ? അപ്പോൾ രക്ഷയ്ക്ക് പ്രവൃത്തി വേണം എന്നല്ലേ ഈ വാക്യം സൂചിപ്പിക്കുന്നത്? നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നതെന്ന് ഒത്തിരിയും പ്രാവശ്യം നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ വാക്യം, ഇപ്പോൾ എന്നോട് പറഞ്ഞ വാക്യം അനേകരെ ചിന്താക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. വിശ്വാസത്താലാണ് രക്ഷയെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്നത്? ഞാനതിന് 2-3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശാന്തമായി അത് ആളുകൾ കേൾക്കട്ടെ. ഒന്ന്, ഈ വിശ്വാസം എന്നുള്ളതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആശ്രയം എന്നർത്ഥമുണ്ട്, സമർപ്പണം എന്നർത്ഥമുണ്ട്, അപ്പോൾ തന്നെ അനുസരണം എന്നൊരർത്ഥമുണ്ട്. അത് ഞാൻ ഒരു വചനത്തിലൂടെ തെളിയിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അടുത്തത് വായിക്കുന്നത് വിശ്വസിക്കാത്തവനോ എന്നല്ല, അനുസരിക്കാത്തവനോ ജീവനെ കാണുകയെന്നാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. സാത്താൻ പോലും ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ട്. അതാ ഞാൻ പറയാൻ വന്നത്. ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? എന്നാൽ ആ വിശ്വാസം എൻ്റെ അനുസരണത്തിലൂടെയാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്. അബ്രഹാം പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. പെട്ടെന്ന് നമുക്കങ്ങ് സംശയം തോന്നും. ഇത്രയേ ഉള്ളൂ, അബ്രഹാം അനുസരണത്തിലാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അബ്രഹാം വിശ്വസിച്ച വിശ്വാസത്തിൽ അനുസരണവും വ്യാപരിച്ചിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. വിശ്വാസമില്ലാത്ത പ്രവൃത്തി ശവമാണ്, നിർജീവമാണ്. എന്നാൽ ആ പ്രവൃത്തി ജീവനുള്ളതാകണമെങ്കിൽ അതിൽ വിശ്വാസം വ്യാപരിക്കണം. ഇപ്പം ഹാബേൽ യാഗം കഴിച്ചു, കൈനി എലി കടിച്ചതും മറ്റേ മാന്തിയതും എന്നാ പലരും അല്ലല്ല, ഏറ്റവും മെച്ചമായത് അവൻ അർപ്പിച്ചത്. എന്നാൽ ഇദ്ദേഹം യാഗം കഴിച്ചു, മൃഗത്തെ തന്നെ യാഗം കഴിച്ചു. ദൈവം ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ ചുമ്മാതൊരു യാഗമല്ല കഴിച്ചത്. ആ യാഗത്തിൽ എബ്രായ ലേഖനം 11 വായിക്കുമ്പോൾ വിശ്വാസം വ്യാപരിച്ചിരുന്നുവെന്നാണ്. അപ്പോൾ ഈ വിശ്വാസവും അനുസരണവും അല്പം മുമ്പ് നാം ചിന്തിച്ചതുപോലെ ഒന്നിച്ചു പോകുന്നത്. എൻ്റെ വിശ്വാസം ഞാൻ അനുസരണത്തിലൂടെ വെളിപ്പെടുത്തുക. ഇനിയും പറഞ്ഞ ഭാഗത്തേക്ക് കൂടെ വേഗത്തിൽ വരാം. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ 2-3 ആശയങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, നിങ്ങളുടെ രക്ഷ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുക എന്നൊരാശയമുണ്ട്. 2, മനുഷ്യനെന്ന് പറയുന്ന ആത്മാവ് ദേഹമാണ്. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു നാം ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ. ദേഹി എന്ന് പറയുന്നത് ഇന്ന് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട, ഇതിലുദ്ദേശിക്കുന്ന 2-ാമത്തെ ആശയം ഞാൻ പറയുക, അവിടെ ദേഹിയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേഹി പാപത്തിൻ്റെ ആത്മരക്ഷയല്ല, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ഇങ്ങനെ രക്ഷിക്കപ്പെടാനുള്ള ആ പ്രവർത്തനം, ആ കർമ്മം, ആ പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പെട്ടെന്നൊരു ഉദാഹരണം ഞാൻ പറയാം. യേശുവിൻ്റെ 2 ആഹ്വാനം നാം മത്തായി 11:28 29 വായിക്കുന്നു. 28 പറയുമ്പോൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങോട്ട് കൊടുക്കുക, നീ ഇങ്ങ് വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് തരാം. എന്നാൽ 2ാമത് പറയുമ്പോൾ നിങ്ങൾ ആശ്വാസം കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാക്കൾ, അവിടെ ആത്മാക്കളുടെ ആശ്വാസം എന്ന് ഉദ്ദേശിക്കുന്ന ആത്മാക്കളല്ല, സോളാണ്, ദേഹിയാണ്. അപ്പോൾ ദേഹിയിൽ നീ സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ എൻ്റെ മുഖം നീ ഏക്കണം. അത് നിൻ്റെ പ്രവൃത്തിയാണ്.
പറഞ്ഞത് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്ന് ശാശ്വതമായ സമാധാനം ദൈവത്തോട് അനുഭവിച്ച മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസി പറയും ഒരു സമാധാനവുമില്ല, ഒരു സ്വസ്ഥതയില്ല. അതെവിടെയാ? ദേഹിയില്ല. അപ്പോൾ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ദേഹത്തിൻ്റെയും ദേഹിയുടെ ആത്മാവിൻ്റെ രക്ഷ 3 രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാലേ അത് പൂർണ്ണമായിട്ട് അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്നതെല്ലാം ആത്മരക്ഷയെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിനാവും ഞാൻ യേശു പറഞ്ഞ ആ ആഹ്വാനം എടുത്തത്. ഒന്ന്, ആശ്വാസം നിങ്ങൾക്ക് തരും. രണ്ടാമത്, ആശ്വാസം നിങ്ങൾ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. 2 കാര്യം ഞാൻ ഓർപ്പിച്ചു. ഒന്ന്, നിങ്ങളുടെ രക്ഷ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തണം. എന്നാൽ രണ്ടാമത്തെ ആശയമാ കുറെ കൂടെ പ്രബലമാകുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി, നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി, നിങ്ങളുടെ ദേഹിയുടെ രക്ഷയ്ക്ക്. എവിടുന്ന് രക്ഷ? പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്. അത് നിങ്ങളുടെ ഭാഗത്തുനിന്നൂടെ റിസ്ക് എടുക്കണം. പറഞ്ഞ മനസ്സിലായോ? യേശു സൗജന്യമായി നമ്മെ രക്ഷിച്ചു. നമ്മുടെ ആത്മാവ് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. എന്നാൽ ദേഹി ദൈനംദിനം പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അല്ലാതെ ആത്മരക്ഷയല്ല അവിടുത്തെ. അങ്ങനെയൊക്കെ കണ്ടമാനം ഇതങ്ങ് കൊഴാമറിച്ചിലൂടെ ആണ് പലരും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ക്ലിയറായി. താങ്ക് യു. ഒരു ചോദ്യം കൂടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കൊള്ളട്ടെ. ഇനിയും ദേഹം രക്ഷിക്കപ്പെടും. ദേഹരക്ഷ വരുന്നു. അത് യേശുവിൻ്റെ വരവിങ്കല. അത് പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്. അതിനും നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ ആദ്യത്തേതിനും നമ്മളൊന്നും ചെയ്യണ്ട, ദേഹരക്ഷയ്ക്കും നമ്മളൊന്നും ചെയ്യണ്ട, ദേഹിരക്ഷയ്ക്ക് നമ്മൾ പ്രവർത്തിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് വിശ്വസിക്കുക. ആ വിശ്വാസത്തിൻ്റെ അനന്തര ഫലമാണ് ദേഹം രക്ഷിക്കപ്പെടുന്നത്, വീണ്ടെടുക്കപ്പെടുന്നത്. എന്നാൽ ദേഹി വിശ്വാസത്താലാണ്. പക്ഷേ ആ വിശ്വാസം പ്രവൃത്തിയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദേഹിയുടെ രക്ഷ സാധിച്ചെടുക്കുന്നത്. മൂന്നാമത് ദേഹരക്ഷ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. പിന്നെ പത്രോസിൻ്റെ 1 ലേഖനം 2 നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന എന്ന് പറഞ്ഞാൽ അതും ദേഹിരക്ഷയാണ്. നമ്മളതിൽ വളരണം, ആത്മീയമായി വളരണം. ആ വളരണമെങ്കിൽ ദൈവവചനവുമായിട്ട് നമ്മൾ ഇവിടെയല്ല ആത്മരക്ഷയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയോ അതിനേക്കാൾ കൂടുതലോ ദേഹിരക്ഷയെക്കുറിച്ച് പറയുന്നു. യേശു എന്തിനാ മഹാപുരോഹിതനായിട്ട് ഇന്ന് സ്വർഗത്തിലായിരുന്നു? ഇതെല്ലാം ഒരു വലിയ വിഷയമാണ്. യേശു ക്രൂശിൽ വെളിപ്പെട്ടത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. യേശു സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ദേഹിരക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ശുദ്ധീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യേശു രണ്ടാമത് വരുന്നത് നമ്മുടെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇത് വകതിരിച്ചു പഠിച്ചില്ലേലുണ്ടല്ലോ വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടും. ക്ലിയറായി. അടുത്തൊരു ചോദ്യം. എബ്രായർ 3:14 ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു അല്ലോ എന്ന് അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, അന്ത്യവിനാഴിക വരെ വീണു പോകാതെ പിടിച്ചു നിൽക്കേണ്ടതിൻ്റെയും വിശ്വാസം പിടിച്ചു കൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ വെളിപ്പെടുന്നത് എനിക്ക് തോന്നുന്നു. മറ്റൊരു വാക്യം ശ്രദ്ധിച്ചാൽ മത്തായി 24:13 എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മത്തായി 25:31-46 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് സമാനമായ ചിന്തയാണ് ലഭിക്കുന്നത്. ബൈബിൾ ഇക്കാര്യമൊക്കെ തെളിച്ചു ഉണ്ട്. അപ്പോൾ വിശ്വാസത്തിലൂടെ രക്ഷ കിട്ടുമെന്നും ആ രക്ഷ ഭദ്രമാണെന്നും ഉറപ്പാണെന്നും ഒക്കെ പറയുന്നത് എങ്ങനെയാണ്? അന്ത്യം വരെ പിടിച്ചു നിന്നാൽ മാത്രമല്ലേ രക്ഷ നമുക്ക് സ്വന്തമായി കിട്ടുകയുള്ളൂ. ആദ്യം നമുക്ക് എബ്രായ ലേഖനത്തിൽ എടുക്കാം, പിന്നെ മത്തായി 24 പോവാം. ഇത് രണ്ട് കാലഘട്ടങ്ങളിലെ സംഭവമായതുകൊണ്ടാണ് ഞാൻ അത് ഇപ്പോഴത്തെ കാലഘട്ടമാണ്. അവിടെ ആ വിശ്വാസം ആദ്യം മുതൽ അവസാനം വരെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ ക്രിസ്തുവിൻ്റെ പങ്കാളികളാകും എന്നല്ലേ? അതെ. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ പങ്കാളികളായി നമ്മൾ തീർന്നു. എപ്പോൾ തീർന്നു? റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ മധ്യഭാഗത്തായിട്ട്, ആ വചനം ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ആ മധ്യഭാഗത്തായിട്ട് വരുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളെന്ന് വായിക്കുന്നു. അപ്പോൾ നമ്മൾ അവകാശികളായല്ലോ, ക്രിസ്തുവിൻ്റെ പങ്കാളികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായല്ലോ. അപ്പം പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താ ജോജി? ഇത്രയുള്ള അർത്ഥം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ക്രിസ്തുവിൻ്റെ പങ്കാളികളുമായി തീർന്നതുകൊണ്ട് ആദ്യ വിശ്വാസം അവസാനത്തോളം നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളണം? മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചത് സമ്പാദിക്കുക എന്നുള്ളതല്ല, ഇത് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, ജോജി എനിക്ക് ഒരുപാട് നന്മ ചെയ്യുന്നു. എൻ്റെ കഷ്ടകാലത്തെല്ലാം ജോജി എന്നെ സഹായിക്കുന്നു. അപ്പം ജോജിയോടുള്ള എൻ്റെ ബഹുമാനവും ആദരവും
കൂട്ടായ്മയും എല്ലാം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ല, ഇതിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതുപോലെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ക്രിസ്തുവിൻ്റെ പങ്കാളിയുമായി തീർന്ന ഞാൻ ആ ക്രിസ്തുവിലുള്ള എൻ്റെ ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിനൊരു വാക്യം കൂടെ ഞാൻ പറയാം. ഹബക്കുക്ക് പ്രവചനം 2-ാം അധ്യായത്തിലെ ഉദ്ധരണിയാണ് റോമർ, ഗലാത്യർ, ഹീബ്രു ഈ 3 ലേഖനങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അത് ഇതേ ഉള്ളൂ: എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളതാണ്. വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസമെന്ന് പറയുമ്പോൾ 3 തലങ്ങളാണ്. 1 രക്ഷയ്ക്കുള്ള വിശ്വാസം, 2 വിശ്വാസമെന്ന വരം, അത് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 12 പറയുന്നുണ്ട്. 3ാമത് ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള ആഴമായ ആശ്രയത്തിൽ ജീവിക്കുന്നത്. അതാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് തന്നെയാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പങ്കാളിയും കൂട്ടവകാശികളുമായി തീർന്നതുകൊണ്ട് ആ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിന്ന് പോകണം. അതിൽ ആഴമായ ആശ്രയം യേശുവിൽ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ കാര്യങ്ങളാണ് അവിടെ ബോധ്യപ്പെടുന്നത്. അല്ലാതെ മുറുകെ പിടിച്ചങ്ങ് പോകാം അല്ലെന്നുള്ളത് യൂദാ പറയുന്നുണ്ട്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്, നിങ്ങൾ സൂക്ഷിച്ചെന്നല്ല, നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. നമ്മളെ സൂക്ഷിക്കുന്നതും നമ്മളെ മുറുകെ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നമ്മളെ മുറുകെ പിടിക്കുന്നതും എല്ലാം അവിടുന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ അങ്ങിലുള്ള ആ വിശ്വാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, തുടർമാനമായിട്ട് അതിലാഴമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള നമ്മുടെ ഒരു ചുമതലയാണ് അവിടെ പറയുന്നത്. ചുരുക്കത്തിൽ അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ ബൈബിൾ വാക്യങ്ങൾ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വാക്യത്തിൻ്റെ അംശവും ഭാഗവും എടുത്തിട്ട് ആകാൻ പാടില്ല, അല്ലെ? പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ ആന്നു പശ്ചാത്തലം ഉൾപ്പെടെ ഗ്രഹിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഞാനൊരു തമാശ പറയാം. ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മ ഈ കാര്യത്തിനല്ല, എൻ്റെ അമ്മയും അപ്പൻ്റെയും ചില വാക്കുകളൊക്കെ ഞാൻ പലയിടത്തും ഉദ്ധരിക്കാറുണ്ട്. അവർ വലിയ പഠിത്തക്കാരൊന്നുമല്ല, പക്ഷേ അവർക്ക് വിവരമുള്ളവരായിരുന്നു. എൻ്റെ അമ്മ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്, മേലുകീഴ് നോക്കണമെന്ന് പറയും ഓരോ കാര്യം പറയുമ്പോൾ. എന്ന് പറഞ്ഞതുപോലെ ബൈബിൾ വായിക്കുമ്പോൾ മേലുകീഴ് നോക്കണം. മുകളിൽ ഏത് കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന കോണ്ടസ്റ്റ് ഏതിനോടുള്ള ബന്ധത്തിലാണ് അത് മനസ്സിലാക്കാൻ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നതിലേക്ക് പോകണം. താഴെ ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ ജോലി പറഞ്ഞതുപോലെ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടും, അതങ്ങ് വ്യാഖ്യാനിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടുത്തത് അതിനോട് ചേർത്ത് പറഞ്ഞൊരു വചനമാണ് മത്തായി 24:14. അവിടുത്തെ വിഷയമുണ്ടല്ലോ, ഈ ദൈവമക്കളുടെ ഇപ്പോഴത്തെ കൃപായുഗത്തിലെ കാര്യമോ സഭാ ഭാഗത്തെ കാര്യമോ അല്ല. അവിടുത്തെ വിഷയം യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ അടയാളങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞാൻ വേഗത്തിൽ പറയും. ഈ ശിഷ്യന്മാർ ചോദിച്ചു, നിൻ്റെ വരവിൻ്റെ അടയാളമൊന്ന് പറഞ്ഞു തരണം. ആ വരവെന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടി മധ്യാകാശത്ത് വരുന്ന കാര്യമോ സഭയുടെ ഉൽപ്രാപണമോ ഇതൊന്നുമല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊന്നും ചിന്തിക്കാതായി ഓരോരുത്തർ ഈ തട്ടിവിടുന്നത്. അത് യേശുവിൻ്റെ മധ്യാകാശ വരവിനോ ദൈവസഭയുടെ എടുത്തുകൊള്ളപ്പെടലിനോ ഒരു അടയാളവും നമുക്ക് തന്നിട്ടില്ല. അതേത് നിമിഷത്തിലും സംഭവിക്കാം. ഇവിടെ നിൻ്റെ വരവിൻ്റെ അടയാളമെന്നൊക്കെ ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ ഭൂമിയിലേക്ക് അവിടുന്ന് രാജാവായി ഭരിക്കാൻ വരുന്ന വരവിനെ കുറിച്ചാണ്. 1000 ആണ്ട് ഭരണവും തുടർന്നുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഒടുക്കത്തെ ന്യായവിധിക്കും വേണ്ടിയൊക്കെ അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ ആ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊന്നുകൂടെ ജോജി അറിയേണ്ടത്, വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ദീർഘമായ അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ വാസ്തവത്തിൽ മഹോപദ്രവ കാലമാണ്. ഈ മഹോപദ്രവ കാലത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു വലിയ വിശദീകരണമാണ് 6 മുതൽ 18 വരെ. ഓർത്തുകൊള്ളേണ്ടത്, ആ 6 മുതൽ 18 വരെ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് മത്തായി 24 യേശു പറഞ്ഞിരിക്കുന്നത്. ഇത് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ അപ്പോൾ ആ മഹോപദ്രവ കാലത്തിലെ കാര്യം അവിടെ പറയുന്നത് അത് നമ്മളുമായിട്ട് ഒരു ബന്ധവും ഉള്ളതല്ല. ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. വ്യക്തിപരമായും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ്.
ചോദ്യങ്ങൾ എന്തു തന്നെയായാലും ദയവായി എഴുതി ചോദിക്കാൻ മടിക്കണ്ട. ലൈഫ് ഫോക്കസിൻ്റെ അടുത്ത Q&A സെഷനിൽ കാണും വരെ നന്ദി.